വാർദ്ധക്യ പെൻഷൻ തട്ടിയെടുത്ത സംഭവത്തിൽ CPM നേതാവിനെതിരെ തലശ്ശേരി ടൗൺ പോലീസ് കേസെടുത്തു. കണ്ണൂരിൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ CPM നേതാവായിരുന്ന KK ബിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സഹകരണ ബാങ്ക് ജീവനക്കാർക്ക് പകരം CPM പ്രവർത്തകർ പെൻഷൻ വിതരണം ചെയ്ത സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് UDF പ്രക്ഷോഭം ആരംഭിച്ചു. ശ്രവണ സംസാര പരിമിതിയുള്ള യുവാവിന്റെ ക്ഷേമ പെൻഷനിൽ നിന്ന് CPM ലോക്കൽ കമ്മിറ്റി അംഗം പണം പിടിക്കുന്നതായുള്ള പരാതിയിൽ സഹകരണ വകുപ്പ് ബന്ധപ്പെട്ട ബാങ്കിന്റെ വിശദീകരണം തേടി. മരിച്ചയാളുടെ ക്ഷേമ പെൻഷൻ തട്ടിയെടുത്ത സംഭവത്തിൽ കണ്ണൂർ ഇരിട്ടി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിലെ കളക്ഷൻ ഏജന്റും CPM നേതാവുമായ സ്വപ്ന എ ബാങ്ക് സസ്പെൻഡ് ചെയ്തു. കോഴിക്കോട് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നത് ബാങ്ക് ജീവനക്കാർക്ക് പകരം CPM പ്രവർത്തകർ. അങ്ങനെ നാട്ടുകാരുടെ പൈസയുടെ ചെലവിൽ നടന്നുണ്ടായിരുന്ന ജനസമ്പർക്ക പുട്ടടി പരിപാടി അവസാനിപ്പിക്കുകയാണ്. അത് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനിപ്പിക്കാനുള്ള തീരുമാനം വന്നതിന് ശേഷം എന്തുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഈ വക കാര്യങ്ങൾക്ക് നമുക്ക് കാണാം. എന്തായാലും ഈ പതിവ് പോലെ നമുക്ക് ബക്കറ്റ് ടിവിയിലോട്ട് ഇറങ്ങേണ്ടി വരും. അല്ലാണ്ട് വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.